കേരള സഭയും ഭാരത് സഭയാകമാനവും ബഹുമാനപ്പെട്ട മൈക്കിൾ കാരിമറ്റം അച്ഛൻ്റെ വേർപാടിൽ വലിയ ശൂന്യത അനുഭവപ്പെടുന്ന ഒരു സന്ദർഭമാണിത്. അദ്ദേഹത്തിൻ്റെ നിര്യാണം തീരാനഷ്ടമാണ് സഭയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ രംഗത്ത് ബൈബിളും ദൈവവചനവും സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒട്ടും തന്നെ പ്രചാരമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വത്തിക്കാൻ കൗൺസിലിന് ശേഷം ദൈവവചനമാണ് പരമപ്രധാനമായി സഭയുടെ അടിത്തറയായി മാറേണ്ടത് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം പഠിച്ച് വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം അന്ന് തൊട്ട് മരിക്കുന്നതുവരെ വചന ശുശ്രൂഷയ്ക്കായി ഒരു ഉപാസന പോലെ അത് ഏറ്റെടുത്ത് വിശ്രമമില്ലാതെ ജീവിതം വചനത്തിന് വേണ്ടി സമർപ്പിച്ച ബലിയർപ്പിച്ച ഒരു വൈദിക ശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട കാരിമറ്റം മൈക്കിൾ അച്ഛൻ. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ പല രംഗങ്ങളിലും ദൈവശാസ്ത്രത്തിൽ വിവിധ മേഖലകളിലുമൊക്കെ പാണ്ഡിത്യമുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്, ഡോക്ടറേറ്റ് ഉള്ളവർ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ഒരു ബൈബിൾ ഡോക്ടറേറ്റ് എടുത്ത പണ്ഡിതനായിരുന്നു കാരിമറ്റത്തിൽ അച്ഛൻ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പാണ്ഡിത്യത്തിൻ്റെ ലെവലേശം തലക്കനമില്ലാതെ ദൈവവചനം അതീവ വിനയത്തോടു കൂടി അതാർക്കെല്ലാമാണോ വിളമ്പിക്കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്, അതായത് ഏറ്റവും സാധാരണ ജനങ്ങൾക്കും ദൈവത്തിൻ്റെ ജീവൻ പകരുന്ന വചനം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ ദൗത്യമാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള നിറഞ്ഞ ബോധ്യത്തോടു കൂടിയാണ് ഈ വചന ശുശ്രൂഷ അദ്ദേഹം നിറവേറ്റിയത്. ക്ലാസ്സുകളിൽ പോയി ബൈബിൾ വ്യാഖ്യാനങ്ങൾ പഠിപ്പിക്കുക, ബൈബിളിൻ്റെ വ്യാകരണങ്ങൾ പറയുക എന്നുള്ളതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണ് അദ്ദേഹം സഞ്ചരിച്ചത് എന്നുള്ളത് വിസ്മയത്തോടു കൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാനായി കഴിയുകയുള്ളൂ. ഒരു ഉപാസനയായിട്ടാണ് അദ്ദേഹം ഇതിനെ എടുത്തത്. ശാന്തി ഭവനിൽ വിശ്രമത്തിന് വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ അടുത്തൊരു റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. എപ്പോൾ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ മുറി തുറന്നു കിടക്കുന്നതും ലൈറ്റും ഫാനും ഓണായിരിക്കുന്നതും കാണാൻ പറ്റും. അത് പകലും അത് രാത്രി വൈകിയാലും അദ്ദേഹം പ്രവർത്തന നിരതനായിരുന്നു എന്നുള്ളതാണ്. മറ്റു യാതൊരു വിനോദ കാര്യങ്ങൾക്കോ ഒന്നും അദ്ദേഹത്തെ കാണാൻ കിട്ടാറില്ല. എപ്പോഴും മുറിയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഇവിടെ വന്ന ശേഷവും അദ്ദേഹം ബൈബിൾ പ്രഭാഷണങ്ങൾ തയ്യാറാക്കുന്ന കാര്യത്തിലും യൂട്യൂബ് ചാനലിൽ കൂടി വചന പ്രഘോഷണം നടത്തുന്ന കാര്യത്തിലും അത് മാത്രമല്ല ഗ്രന്ഥങ്ങൾ ഇവിടെ വന്നതിന് ശേഷവും അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു. വചന ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. വിശ്രമമില്ലാതെ ദൈവവചനത്തിനു വേണ്ടി പണിയെടുത്ത ഒരു വലിയ ദൈവദാസൻ എന്ന് ഞാൻ വിശേഷിപ്പിച്ചാൽ അതൊന്നുമല്ല, അതിനെല്ലാം അപ്പുറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഒരുപക്ഷെ കേരളം അദ്ദേഹത്തെ വേണ്ട പോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയത്തില്ല. സഭയിൽ ഈ കാണുന്ന പരിവർത്തനങ്ങൾ, വിപ്ലവകരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു ചാലക ശക്തിയായി പ്രവർത്തിച്ചത്, അതിൻ്റെ ഒരു അടിത്തറയായി നിലകൊണ്ടത് മൈക്കിളച്ചൻ്റെ ബൈബിൾ ക്ലാസ്സുകളും ബൈബിൾ പ്രചാരണങ്ങളുമാണ്. എല്ലാ വീട്ടിലും ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം, എല്ലാ വ്യക്തികൾക്കും പറ്റുമെങ്കിൽ ഓരോ ബൈബിൾ ഉണ്ടായിരിക്കണം. വചനത്തിൽ കൂടി മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ ഈ ലോകത്തിന് സംഭാവന ചെയ്യാൻ, പകർന്നു കൊടുക്കാൻ വചനബോധ്യം ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനുവേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്തത്. ഈ നവീകരണത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും വചനത്തിൻ്റെ പ്രാധാന്യം അതൊരു തത്വശാസ്ത്രം പോലെ അല്ലെങ്കിൽ ദൈവശാസ്ത്രം പോലെ അല്ലെങ്കിൽ അതൊരു പാഠ്യവിഷയമായിട്ട് മാത്രം കണ്ടിരുന്ന ഒരവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത് സജീവമായ അദ്ദേഹത്തിൻ്റെ ബൈബിൾ ആശയങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, വ്യാഖ്യാനങ്ങൾ ഒക്കെ അദ്ദേഹം പകർന്നു കൊടുത്തു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി എനിക്ക് മൈക്കിളച്ചനെക്കുറിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ബൈബിൾ പഠനത്തിലോ പഠിപ്പിക്കലിലോ അദ്ദേഹം ഒതുങ്ങി നിന്നില്ല. അദ്ദേഹം ദൈവവചനം
അത് ഈ ലോകത്തിന് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ദൈവം ഈ ഭൂമിയിലേക്ക് തൻ്റെ തിരുക്കുമാരനിലൂടെ വചനം മാംസമായി അയക്കപ്പെട്ട ദൈവവചനം അത് ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എവിടെയെല്ലാം മനുഷ്യർ താമസിക്കുന്നുണ്ടോ എല്ലാ മനുഷ്യരുടെ ഇടയിലും പ്രപഞ്ചത്തിലും പ്രകൃതിയിലുമെല്ലാം വചനത്തിൻ്റെ ശാക്തീകരണം ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിലപാടുകൾ, കൃത്യമായ നിലപാടുകൾ, യാതൊരു സംശയവുമില്ലാതെ അദ്ദേഹം പഠിച്ച വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭ എന്തായിരിക്കണം, സഭയുടെ നിലപാടെന്തായിരിക്കണം, ക്രിസ്ത്യാനികളുടെ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണം, ഇതിനെക്കുറിച്ച് ആഴത്തിൽ ബോധ്യപ്പെട്ട് വചനത്തിൻ്റെ നിലപാടുകൾ ഉറപ്പിച്ച് അത് സഭയ്ക്ക് സംഭാവന ചെയ്ത ഒരു വലിയ മനുഷ്യനായിട്ടാണ് ഞാൻ മൈക്കിൾ അച്ഛനെ കാണുന്നത്. ഒരു ഉദാഹരണം ഞാനിപ്പോൾ ഓർക്കുന്നത്, തലശ്ശേരിയിലായിരുന്ന കാലത്ത് അദ്ദേഹം എടുത്ത ഉറച്ച നിലപാടുകൾ വൈദിക സമൂഹത്തിൽ തന്നെ പലരും നെറ്റിച്ചുളിക്കുന്നതിനും വിമർശിക്കുന്നതിനും കാരണമായി. അച്ഛനൊരു പയനീറായി മുൻപന്തിയിൽ നിന്ന് സഭയുടെ പോക്ക് നിയന്ത്രിക്കുകയും സത്യത്തിൻ്റെ വഴിയിലൂടെ, നീതിയുടെ മാർഗത്തിലൂടെ സഭയെ വചനാധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വലിയ സംഭാവന ചെയ്ത ഒരു മഹൽ വ്യക്തിയാണ് മൈക്കിൾ അച്ഛൻ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. വളരെ പുണ്യപ്പെട്ട ഒരു ജീവിതം, അതുപോലെ തന്നെ വളരെ പുണ്യപ്പെട്ട ഒരു മരണം. കണ്ണൂർ മിംസ് ആശുപത്രിയിലാണ് കഴിഞ്ഞ ആഴ്ച 10 ദിവസം മുമ്പ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ബോൺ മാറോ ടെസ്റ്റ് എടുക്കണം, അതുപോലെ തന്നെ കീമോതെറാപ്പി ആരംഭിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ അച്ഛൻ പറഞ്ഞു അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് നമ്മുടെ കരുവഞ്ചാലിലുള്ള രൂപതയുടെ ആസ്പത്രിയിലുള്ള ഒരു സാധാരണ ചികിത്സ മാത്രം മതി, അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടും, അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിർബന്ധമായി അവിടെ നിന്നുള്ള വലിയ ചികിത്സകളെല്ലാം ഒഴിവാക്കി കരുവഞ്ചാലിൽ കഴിഞ്ഞ ആഴ്ച വന്ന് അഡ്മിറ്റായി. അദ്ദേഹം വളരെ നല്ല ഒരു മരണം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു. ഇന്നലെ വൈകുന്നേരവും ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ വേണ്ടി മുറിയിൽ പോയിരുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹം മരിക്കാറായിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ഡോക്ടർ അടുത്തുണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞു അച്ഛൻ്റെ സ്ഥിതി ഇച്ചിരി വഷളാണല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് കേരള സഭയും ഇന്ത്യയിൽ അദ്ദേഹത്തെ അറിയുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആ മരണത്തിൻ്റെ ശൂന്യത അനുഭവിച്ചറിയുകയും അദ്ദേഹത്തിന് വേണ്ടി തീർച്ചയായിട്ടും ധാരാളമായി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി മൈക്കിൾ അച്ഛന് ഞാൻ അർപ്പിക്കുന്നു.